ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് PSC ഫയർമാൻ ഫയർ വുമൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 7ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കിടക്കാനായിട്ട് പോകുന്നത്. നമ്മളിന്നും ഇന്നലത്തെ പോലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും SSC PSC സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കൺസേൺ ടീം നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് പോവാം. പിന്നെ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഫുൾ സിലബസിൻ്റെ അതായത് 80 മാർക്ക്, ബാലൻസ് 80 മാർക്ക് നിങ്ങൾക്ക് കവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കിടക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൺസേൺ ടീമിനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കളയാതെ വേഗം ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലടാ? ദേശീയ അഗ്നിരക്ഷാ ദിനാചരണമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെന്നൈ തുറമുഖത്തെ എണ്ണ ചോർച്ചയാണോ? കൊൽക്കത്തയിലെ ഫാക്ടറി തീപിടുത്തമാണോ? ഭോപ്പാൽ വാതക ദുരന്തമാണോ? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീപിടുത്തമാണോ? ഏതാണ് ആൻസർ വരുന്നത്? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീപിടുത്തല്ലടാ. അതിൻ്റെ ആൻസർ അതല്ലേ. ഇന്ത്യയിൽ എല്ലാ വർഷവും ഏപ്രിൽ 14 അല്ലേ അഗ്നിരക്ഷാ ദിനാചരണം നടക്കുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ ബാക്കി പോയിന്റ്സ് നോക്കാം. 1944 ഏപ്രിൽ 14 മുംബൈയിലെ വിക്ടോറിയ ഡോക്കിൽ പരുത്തിയും സ്ഫോടന വസ്തുക്കളും കയറ്റിയ SS ഫോർട്ട് സ്റ്റൈക്കിൻ എന്ന കപ്പലിന് തീപിടിച്ചുണ്ടായ വൻ സ്ഫോടനത്തിൽ മരിച്ച 71 ഫയർഫോഴ്സ് ജീവനക്കാരുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ആ ഒരു സംഭവം, ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീപിടുത്തം എന്നുള്ള ആ ഒരു സംഭവം മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇങ്ങനത്തെ ഒത്തിരി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നിങ്ങളുടെ അറിവിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 20 വരെയുള്ള ദിവസങ്ങൾ ദേശീയ അഗ്നിസുരക്ഷാ വാരമായി ആചരിക്കുന്നു. നാഷണൽ ഫയർ സേഫ്റ്റി വീക്കായിട്ടാണ് ഏപ്രിൽ 14 തൊട്ട് 20 വരെ ആചരിക്കുന്നത്. ആ ഒരു പോയിന്റും നോക്കി വയ്ക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എന്നാണ് അഗ്നിസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്? എന്നാണ് മക്കളെ? ഏപ്രിൽ 14 അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, LPG ഇന്ധനത്തിൽ വാതക ചോർച്ച മൂലമുണ്ടാകുന്ന മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ് മക്കളെ? ഈഥൈൽ മെർക്യാപ്റ്റൻ അല്ലേ? നമുക്ക് വളരെ ചെറിയ ക്ലാസ് തൊട്ട് അറിയണതാണ് ഈഥൈൽ മെർക്യാപ്റ്റന്റെ പ്രത്യേകത. LPG ഇന്ധനം നമുക്ക് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് എന്നുള്ളത് അറിയണതെന്നെങ്കിൽ ഗ്യാസിന്റെ സ്മെല്ല് വരുമ്പോഴല്ലേ. അപ്പോൾ ആ സ്മെല്ല് വരാൻ കാരണമായിട്ടുള്ള ആ ഒരു രാസവസ്തുവിന്റെ പേരാണ് എന്ത്? ഈഥൈൽ മെർക്യാപ്റ്റൻ. ഇനി LPGയുടെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ LPGയുടെ പൂർണ്ണരൂപം. ഇതിലെ പ്രധാന ഘടകങ്ങളുടെ പേരെന്താണ്? ബ്യൂട്ടൈനും പ്രൊപ്പൈനും അല്ലേ? സ്വാഭാവിക അവസ്ഥയിൽ LPGക്ക് മണമോ നിറമോ ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നോ കളർ നോ ഓർഡർ. അപ്പോൾ സാധാരണ സ്വാഭാവിക അവസ്ഥയിൽ LPGക്ക് മണമോ നിറമോ ഇല്ല. വാതക ചോർച്ച, ഗ്യാസ് ലീക്കേജ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അപകടങ്ങൾ ഒഴിവാക്കാനാണ് മണം നൽകുന്ന ഈ രാസവസ്തു ചേർക്കുന്നത്. ഈഥൈൽ മെർക്യാപ്റ്റൻ എന്നത് സൾഫർ അടങ്ങിയ ഒരു സംയുക്തമാണ്. അപ്പോൾ ഏത് പദാർത്ഥം അടങ്ങിയ ഒരു സംഭവമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. രാസവസ്തുവാണ് മെർക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിലെ എമർജൻസി ഇൻഫോർമേഷൻ പാനലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 3YE എന്ന കോഡിലെ 3 സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഒന്നുകൂടെ പറയുന്നു. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിലെ എമർജൻസി ഇൻഫോർമേഷൻ പാനലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 3YE എന്ന കോഡിലെ 3 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ് മക്കളെ? പതേനല്ലടാ സൂചിപ്പിക്കുന്ന 3 എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ജെറ്റ് ഉപയോഗിക്കുക, വാട്ടർ സ്പ്രേ ഉപയോഗിക്കുക, ഡ്രൈ ഏജന്റ് ഉപയോഗിക്കുക എന്ന ഈ 3 ഓപ്ഷൻസ് കണ്ടാൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. പദ അല്ലെങ്കിൽ ഫോം, ആ ഫോം എന്നുള്ള വേർഡും കൂടി അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഹഷാം കോഡ് അല്ലെങ്കിൽ എമർജൻസി ആക്ഷൻ കോഡ് എന്നും വിളിക്കുന്നു. അപകട സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്ന് മാർഗനിർദ്ദേശം നൽകാനാണ് ഇത് വാഹനങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഒന്നുകൂടെ, ഇതിനെ ഹഷാം കോഡ് അല്ലെങ്കിൽ എമർജൻസി ആക്ഷൻ കോഡും എന്നും വിളിക്കുന്നു.
അപകട സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്ന് മാർഗനിർദ്ദേശം നൽകാനാണ് ഇത് വാഹനങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? കോഡിലെ ആദ്യത്തെ അക്കം തീ കെടുത്താനുള്ള മാധ്യമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് കോഡ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കോഡ് 1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാട്ടർ ജെറ്റ് ആണ്. കോഡ് 2 എന്ന് പറയുന്നത് വാട്ടർ സ്പ്രേ. 3 എന്ന് പറയുന്നതാണ് എന്ത് പദം നമ്മൾ പഠിച്ചു. ഇനി 4 എന്താണ് മക്കളെ? ഡ്രൈ ഏജന്റ് ആണ്. വെള്ളം ഒട്ടും ഉപയോഗിക്കരുത്. അപ്പോൾ ഈ 3 കോഡ്സ് ഒന്ന് പെട്ടെന്ന് പഠിച്ചാടാ. 1 for water, 2 for water spray, 3 for foam and 4 for dry agent. ഓക്കെ അല്ലേ? ഇനി 3YEയുടെ കോഡ് അല്ലെങ്കിൽ പൂർണ്ണരൂപം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 എന്ന് പറയുമ്പോൾ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫോം. പിന്നെ Y എന്ന് പറയുന്നത് രാസവസ്തു ശക്തമായി പ്രവർത്തിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബ്രീത്തിങ് അപ്പാരറ്റസ് നിർബന്ധമായി ധരിക്കണം. ഓക്കെ. വയലൻ്റ്ലി റിയാക്റ്റീവ്. ഈ പൊതുജനങ്ങളെ അടിയന്തരമായി ആ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കണം. ഇവാക്വേറ്റ്. ഓക്കെ അല്ലേ? ഒരു 3 സംഭവങ്ങൾ മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? സിമ്പിളാണ്. 21%. നമുക്ക് 78% കുത്താൻ തോന്നും, പക്ഷെ 78% അല്ല. 78% ഉള്ള വാതകം ഏതാണ് മക്കളെ? നൈട്രജൻ അല്ലേ? നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്. 21% മാത്രമേ ഉള്ളൂ എന്തുള്ളത്? ഓക്സിജൻ ഉള്ളത്. ആർഗൺ എത്ര ശതമാനം ഉണ്ട്? 0.93% ആണ് ആർഗൺ ഉള്ളത്. ഇത്രയും ഓക്കെ അല്ലടാ? ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ശതമാനം ഉണ്ട്? 0.04% ആണ് എന്ത് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെർസെൻറ്റേജ് വരുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി കൂടിയ പദാർത്ഥം ഏതാണ്? വാതക സാന്ദ്രത. വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏതാണ് മക്കളെ? നോക്കിയേ, LPG അല്ലേ വരുന്നത്. എന്താ LPG വരാൻ കാരണം മക്കളെ? വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഒരു വാതകത്തിൻ്റെ, ഞാൻ അവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, തന്മാത്ര ഭാരത്തിൻ്റെ പകുതിയാണ് എന്ത്? വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മോളിക്യൂള് അല്ലെങ്കിൽ തന്മാത്രയുടെ മാസ് അത് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത്? വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മോളിക്കുലാർ മാസിൻ്റെ പകുതിയായിരിക്കും എന്ത്? വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. വായുവിൻ്റെ ശരാശരി തന്മാത്ര ഭാരം 29ഉം സാന്ദ്രത 14.5 ആണ്. അത് ഒന്ന് പഠിക്കുക കേട്ടോ. 29 എന്ത്? ശരാശരി തന്മാത്ര ഭാരം. അതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 14.5 ആണ്. LPGയുടെ തന്മാത്ര ഭാരം ഉയർന്നതിനാൽ ഇതിൻ്റെ വാതക സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലാണ്. അതിനാൽ ചോർച്ചയുണ്ടായാൽ ഇത് മുകളിലേക്ക് ഉയരാതെ തറയോട് ചേർന്ന് തങ്ങി നിൽക്കും. ഇനി CNGയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, തന്മാത്ര ഭാരം 16, വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ ചോർന്നാൽ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും. അതാണ് LPGയും CNG തമ്മിലുള്ള മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് വരുന്നത്. CNGയുടെ കേസിൽ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും. LPGയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ തറയോട് ചേർന്ന് താഴെ നിൽക്കും. അപ്പോൾ LPG എന്ന് കാണുമ്പോൾ തന്നെ ലോ ലാൻഡ് എന്നുള്ള ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കോഡ് പോലെ വരണം. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ്. തന്മാത്ര ഭാരം എത്രയാടാ? 2. വേപ്പർ ഡെൻസിറ്റി എത്രയാണ്? 1, നേർപകുതി. അസ്റ്റലിൻ C2H2 തന്മാത്ര ഭാരം 26 ആണ്. വേപ്പർ ഡെൻസിറ്റി എത്ര വരിക? 13. ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഖരപദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് മക്കളെ? സബ്ലിമേഷൻ എന്നല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സ്ക്രീൻ? സബ്ലിമേഷൻ അല്ലേ വരുന്നത്? ചാലനാണോ, സംവഹനാണോ, ബാഷ്പീകരണമാണോ അതൊക്കെ വരിക? അല്ല, സബ്ലിമേഷൻ അഥവാ ഉത്പതനമാണ് എന്ത്? ഖരപദാർത്ഥങ്ങൾ ചൂടായി നേരിട്ട് ദ്രാവകമാകാതെ വാതകമാണ്. ജസ്റ്റ് സോളിഡ് ടു ഗ്യാസ്, ലിക്വിഡ് ആവാതെ ഗ്യാസിലേക്ക് പോകുന്ന ആ ഒരു പ്രക്രിയനെയാണ് എന്ത് പറയുന്നത്? ഉത്പതനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർപ്പൂരം ഒരു എക്സാമ്പിളാണ്. നാഫ്തലിൻ ബോർഡ്, അതായത് നമ്മുടെ പാറ്റ ഗുളിക. അയോഡിൻ, അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ്. കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് ലിക്വിഡ് ആവാണ്ട് ഗ്യാസ് ആയി പോകുന്നതാണ് കർപ്പൂരമൊക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഈ ഒരു ഉത്പതനം എന്ന പ്രോസസ്സിന് ഉദാഹരണമാണ്. ഇനി ചാലനം, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ?
തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനചലനം കൂടാതെ താപം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് എന്ത് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായി ഏതിലുണ്ടാവുന്നത്, സോളിഡ് ഐറ്റംസിലാണ് ഉണ്ടാവുന്നത്. ചായ കപ്പിലിട്ട സ്പൂണൊക്കെ ചൂടാവുന്നത് അതുകൊണ്ടാണ്. അതായത് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനചലനം കൂടാതെ താപ കൈമാറ്റം. അതായത് ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അവർ ട്രാവൽ ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണതിനാണ് എന്ത് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചായ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ചൂടുള്ള ചായയിൽ സ്പൂൺ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പൂണും ചൂടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒഴിച്ചിട്ടോ ആവണമെന്നില്ല, വെറുതെ വെച്ചാൽ തന്നെ ചൂടാവും. ആ മോളിക്യൂൾസ് പാസ് ആവണതിൻ്റെയാണത്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി കണ്ടക്ഷന്. ഇനി സംവഹനം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കൺവെക്ഷൻ. തന്മാത്രകളുടെ സ്ഥാനചലനം വഴി താപം പ്രസരിക്കുന്ന രീതിയാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലാണ് മെയിനായിട്ടുള്ളത്. ഉദാഹരണം, വെള്ളം തിളയ്ക്കുന്നത്, കരക്കാറ്റും കടൽക്കാറ്റും. കൺവെക്ഷൻ. തന്മാത്രകളുടെ സ്ഥാനം ചലനം വഴി, അതെന്താണ്, കണ്ടക്ഷൻ. ഇനി തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനചലനം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ തെറ്റാണ്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ്രാവകം ചൂട് സ്വീകരിച്ച് വാതകമാക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്, തുണി ഉണങ്ങുന്നത്, കടൽ വെള്ളം നീരാവിയാകുന്ന ഒക്കെ എന്താണ്, വേപ്പറൈസേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ട് അറിയുന്ന കാര്യങ്ങളാണ്. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ക്വസ്റ്റനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ കത്തുന്ന വാതകമാണ്, ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്, അസ്റ്റലിൻ കത്തുന്ന വാതകമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കെടുത്താൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന് വായുവിനേക്കാൾ ഭാരം കൂടുതലായതുകൊണ്ട് ഇത് കത്തുന്ന വസ്തുവിന് ചുറ്റും ഒരു പുതപ്പ് പോലെ മൂടുകയും, സ്മദറിംഗ് എഫക്റ്റ് കേട്ടോ, ഓക്സിജന്റെ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി CO2 വൈദ്യുതി കടത്തിവിടാത്തതിനാൽ നോൺ കണ്ടക്ടർ ആണ് അല്ലെ? വൈദ്യുതി കടത്തിവിടില്ല, നോൺ കണ്ടക്ടർ ആണ്. കമ്പ്യൂട്ടറുകളും ജനറേറ്ററുകളും തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ തീ അണയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാടാ? CO2. ഒന്നുകൂടെ, വൈദ്യുതി കടത്തിവിടാത്തത് കൊണ്ട് കമ്പ്യൂട്ടറുകൾ അതുപോലെ ജനറേറ്ററുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ തീ കടത്താൻ ഉപയോഗിക്കുന്ന ആരാണ്? CO2 ആണ്. ഓക്സിജൻ വസ്തുക്കളെ കത്താൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജനും അസ്റ്റലിനും ഉയർന്ന അളവിൽ കത്തുന്ന ഇന്ധനവാതകങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈലി ഇൻഫ്ലേമബിൾ ആണ് ഏത്? ഹൈഡ്രജനും അസ്റ്റലിനും. ഓക്സിജനും വസ്തുക്കളെ കത്താൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിൽ കത്താൻ ഉപയോഗിക്കാത്ത വാതകം ഏതാണ് മക്കളെ? CO2 ആണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു 3 ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ കത്തുന്ന അല്ലെങ്കിൽ കത്താത്ത സംഭവങ്ങളുടെ ഒക്കെ ഒരു തെറ്റായതല്ലേ ശരിയായതെന്നൊക്കെ ചോദിക്കുമ്പോൾ കത്തണതും കത്താത്തതും കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത, സാധാരണ താപനിലയിലോ തിളച്ച വെള്ളത്തിലോ പ്രവർത്തിക്കാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. പദാർത്ഥം ഏതാണ്? വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതാണ്? ആൻസർ ഏതാണ്? ബെറീലിയം അല്ലേ? സോഡിയം ഏർപ്പെടില്ലേ? പൊട്ടാസ്യവും കാൽസ്യവും കാർബണേറ്റും ഒക്കെ വെള്ളമായിട്ട് പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കളല്ലേ? ഇനി അത് എന്തുകൊണ്ടാണ് ബെറീലിയം വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മക്കളെ ബെറീലിയം BE ഗ്രൂപ്പ് 2-ലെ ഈ ഒരു ബെറീലിയം എന്തുകൊണ്ടാണ് വെള്ളവുമായിട്ട് പ്രവർത്തനങ്ങൾ ഇല്ലാത്തത്? കാരണം എന്താ മക്കളെ? കാരണം ഇതിന്റെ ഉപരിതലത്തിലുള്ള ഓക്സൈഡ് പാളി കാരണമല്ലേ? ആ ഒരു ഓക്സൈഡ് പാളി, ഓക്സൈഡ് ലെയർ എന്നുള്ള വേർഡ് നിങ്ങൾ പഠിച്ചേ, അതൊരു ആൽക്കലൈൻ എർത്ത് ലോഹമാണ് എന്ത്? ബെറീലിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഉപരിതലത്തിലെ അതിന്റെ ഒരു ക്രസ്റ്റിന്റെ ഭാഗത്തുള്ള ഒരു ഓക്സൈഡ് ലെയർ കാരണം അതെന്ത് ആയിട്ട് പ്രവർത്തിക്കില്ല? വെള്ളമായിട്ട് പ്രവർത്തിക്കില്ല. എന്തുകൊണ്ടാണ് വെള്ളമായിട്ട് പ്രവർത്തിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബെറീലിയത്തിലെ ഓക്സൈഡ് ലെയർ കാരണമാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സോഡിയം പൊട്ടാസ്യം ഗ്രൂപ്പ് 1-ലുള്ളതാണ്, ആൽക്കലി ലോഹങ്ങളാണ്. ഓക്കെ, ഇവ വെള്ളവുമായി അതിശക്തമായി പ്രവർത്തിച്ച് വൻതോതിൽ താപവും കത്തുന്ന ഹൈഡ്രജൻ വാതകവും പുറത്തുവിടുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് എക്സോതെർമിക് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ അല്ലേ? ഇനി കാൽസ്യം കാർബണേറ്റ് അഥവാ CaCO2 വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ ഉയർന്ന ജ്വലനശേഷിയുള്ള അസ്റ്റലിൻ, കാൽസ്യം കാർബണേറ്റ് ആണ് വെള്ളത്തിൽ ചേർന്ന അസ്റ്റലിൻ പുറത്തു വിടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വാതകമുണ്ടാകുന്നതിനാൽ കാർബൈഡ് ഗോഡൌണുകളിലെ തീപിടുത്തങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് അതീവ അപകടകരമാണ്. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യങ്ങൾ ഓക്കെ അല്ലടാ മക്കളെ? സെറ്റ് അല്ലേ റിലേറ്റഡ് പോയിന്റ്സ്? ഞാൻ മലയാളത്തിൽ അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ, അതാണ് കേട്ടോ ഈ തപ്പൽ വരുന്നേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, NFSSC
അതായത് നാഷണൽ ഫയർ സർവീസ് കോളേജിൽ NFSC ആസ്ഥാനം എവിടെയാണ് മക്കളെ? കമന്റ് ചെയ്തേടാ. നാഗ്പൂർ അല്ലേ? നമുക്ക് ഡൽഹി മുംബൈ ഒക്കെ കുത്താൻ തോന്നും. അല്ല, നാഗ്പൂർ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ സർവീസ് കോളേജ് 1956 ഉത്തർപ്രദേശിലെ റാംപൂരിലാണ് സ്ഥാപിതമായത്. ആദ്യത്തെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? റാംപൂർ ആണ് അല്ലെ? എവിടെയാണ് സ്ഥലം വരുന്നത്? UP-യിലാണ്. എന്നാൽ 1957 ഇത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു. നിലവിലെ ആസ്ഥാനം നാഗ്പൂരാണ്. അപ്പൊ അതിന്റെ റീസൺ മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവ് എത്രയാണ് അറിയപ്പെടുന്നത് മക്കളെ? എത്രയാടാ? പെട്ടെന്ന് ടക്കേന്ന് കമന്റ് ചെയ്തേ. വിശിഷ്ട താപധാരിതയല്ലേ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ ആൻസർ വരുന്നത്? 1 കിലോഗ്രാം യൂണിറ്റ് മാസ് പദാർത്ഥത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണെന്ത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഒന്നും കൂടെ, 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണിത്. ഓക്കെ അല്ലേ? ജലത്തിനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ളത്. എത്രയാണ് വരുന്നത് മക്കളെ? 4200 ജൂൾ പെർ kg അല്ലേ? ഓക്കെ അല്ലേ? താപധാരിത മാസ് നിബന്ധനയില്ലാത്ത ഒരു വസ്തുവിന്റെ ആകെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്താൻ വേണ്ട താപം യൂണിറ്റ് ജൂൾ പെർ കെ ആണ്, കെൽവിൻ ആണ്. അതും അറിഞ്ഞിരിക്കുക കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി മാസ് നിബന്ധനയില്ലാത്തൊരു വസ്തുവിന്റെ ആകെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്താൻ വേണ്ട താപം യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ ആണ്. അത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനിയുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ളത്, ആ ഒരു ജൂൾ പെർ കെൽവിൻ, പിന്നെ ജ്വലന പരിധി, റേഞ്ച് ഓഫ് ഇൻഫ്ലമേറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വായുവും ഇന്ധനവാതവും കലർന്ന മിശ്രിതത്തിന് തീപിടിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ ശതമാന പരിധിയാണ് എന്ത്? ജ്വലന പരിധി. ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദാർത്ഥം ബാഹ്യമായ തീപ്പൊരിയുടെ സഹായമില്ലാതെ സ്വയം കത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവാണ് എന്ത്? ജ്വലന ഊഷ്മാവ്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് എക്സ്പ്ലനേഷൻ തരാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ പെടുന്നത് എന്താണ്? എന്തെല്ലാം? ഓക്കെ അല്ലേ? സ്റ്റാർവേഷൻ പെടും. എന്താണ്? നമ്മുടെ ഇന്ധനം പട്ടിണി കിടത്തൽ എന്നുള്ള ഒരു സംഭവമാണ് സ്റ്റാർവേഷനിൽ വരുന്നത്. സ്മെതറിങ് ഓക്സിജൻ ഒഴിവാക്കുന്നത്, കൂളിംഗ് ഹീറ്റ് ഒഴിവാക്കുന്നത്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതെല്ലാം അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അല്ലേ? തീയുടെ ഫയർ ട്രയാങ്കിൾ, തീയുടെ ത്രികോണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹീറ്റ്, അതുപോലെ ഫ്യൂവല്, ഓക്സിജൻ. ഇന്ധനം, ഓക്സിജൻ, അതുപോലെ താപം. ഇത് മൂന്നല്ലേ ഇത്ര ട്രയാങ്കിൾ വരുന്നത്. സ്റ്റാർവേഷൻ പട്ടിണി കിടത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? കത്തുന്ന മേഖലയിൽ നിന്ന് ഇന്ധനം ഒഴിവാക്കുന്ന പരിപാടിയാണ് സ്റ്റാർവേഷൻ. സ്മദറിങ് എന്താണ് മക്കളെ? ഓക്സിജൻ ഒഴിവാക്കുന്ന പ്രക്രിയ. കൂളിംഗ് എന്താണ്? ഹീറ്റ് ഒഴിവാക്കുന്ന പ്രക്രിയ. ഇത് മൂന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടി, പോക്കറ്റിലായി. കാരണം പ്രസ്താവന രീതിയിൽ ഇത് ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖരദ്രാവക വാതക മാധ്യമങ്ങളുടെ സഹായമില്ലാതെ ശൂന്യതയിലൂടെ പോലും താപം പ്രസരിക്കുന്ന രീതി എന്താണ് മക്കളെ? വികിരണമല്ലേ ആൻസർ വരുന്നത്? റേഡിയേഷൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. ഖരദ്രാവക വാതക മാധ്യമങ്ങളുടെ സഹായമില്ലാതെ ശൂന്യതയിലൂടെ പോലും താപം പ്രസരിക്കുന്ന രീതി എന്താണ് മക്കളെ? വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് എന്ത്? ഈ ഒരു വികിരണം എന്ന് പറയുന്നത്. താപം സഞ്ചരിക്കുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങളെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, താപം സഞ്ചരിക്കുന്നത് ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഉദാഹരണം, സൂര്യനിൽ നിന്നുള്ള താപം ശൂന്യതയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലെത്തുന്നതിനെയാണ് വികിരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, താപനിലയിൽ വ്യത്യാസം വരുത്താതെ ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥ മാറ്റാൻ ആവശ്യമായ താപത്തിന്റെ അളവ് എത്രയാണ്? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. താപനിലയിൽ വ്യത്യാസം വരുത്താതെ ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥ മാറ്റാൻ ആവശ്യമായ താപത്തിന്റെ അളവ് എന്താണ്? വിശിഷ്ട താപധാരിതയാണോ? അല്ല. താപധാരിതയാണോ? അല്ല. ലീനതാപമാണോ? അതെ. ലാറ്റന്റ് ഹീറ്റ് അഥവാ ലീനതാപത്തിനെയാണ് എന്ത് പറയുന്നത്? താപനിലയിൽ വ്യത്യാസം വരുത്താതെ. ഒന്നുകൂടെ, താപനിലയിൽ വ്യത്യാസം വരുത്താതെ ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥ മാറ്റാൻ ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ലീനതാപം എന്ന് പറയുന്നത്. ഊഷ്മാവിൽ മാറ്റം വരുത്താതെ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കോ ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കോ മാറ്റാൻ ആവശ്യമായ താപത്തിനെയാണ് എന്ത് പറയുന്നത്? ലീനതാപം എന്ന് പറയുന്നത്. തിളനില, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദ്രാവകം തിളച്ച് വാതകമാകുന്ന സ്ഥിരമായ താപനില. ഇതിനെയാണ്
ദ്രാവകം തിളച്ച് വാതകമാകുന്ന സ്ഥിരമായ താപനിലയെയാണ് എന്ത് പറയുന്നത്? തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഖരപദാർത്ഥം ഉരുകി ദ്രാവകമാകുന്ന സ്ഥിരമായ താപനില. സ്ഥിരം എന്നുള്ള വേർഡ് മറക്കാതെ മനസ്സിൽ വയ്ക്കുക. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന BC ടൈപ്പ് ഡ്രൈ കെമിക്കൽ പൗഡർ DCP ഷോർട്ട് ഫോം പഠിക്കുക. ഫയർ എക്സ്റ്റിൻഗ്വിഷറുകളിലെ പ്രധാന അഗ്നിശമന പദാർത്ഥം ഏതാ മക്കളെ? സോഡിയം ബൈകാർബണേറ്റ് ആണോ? മഗ്നീഷ്യം സിട്രേറ്റ് ആണോ? മഗ്നീഷ്യം കാർബണേറ്റ് ആണോ? ഡ്രൈ കാൽസ്യം ഫോസ്ഫേറ്റ് ആണോ? ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ് ആണോ? ഏതാ വരുന്നത് മക്കളെ? സോഡിയം ബൈകാർബണേറ്റ് അല്ലേ ആൻസർ വരുന്നത്. BC ടൈപ്പ് DCP എക്സിക്യൂഷറിൽ ക്ലാസ് B ആണ്. B അല്ലേ വരുന്നത്? ദ്രാവകല്ലേ വരുന്നത്? ക്ലാസ് സിയിലല്ലേ വാതകം വരുന്നത് മക്കളെ? ഇത് ക്ലാസ് ബിയിലും സിയിലും അല്ലേ നമ്മളിത് ഉപയോഗിക്കുന്നത്. BC എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ക്ലാസ് ബിയും സിയിലും ഉപയോഗിക്കുന്ന എക്സ്റ്റിൻഗ്വിഷർ ആയതുകൊണ്ടല്ലേ നമ്മളിതിനെ പറയുന്നത്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ഇതിൽ വരുന്നത്. DCP ഫയർ എക്സ്റ്റിൻഗ്വിഷറിലെ പ്രധാന അഗ്നിശമന പദാർത്ഥം. ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാലോ. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തവർക്കറിയാം, അപ്പക്കാരത്തിനെയാണ് പ്രധാനമായിട്ട് പറയുന്നത് അല്ലേ. പ്രധാന ഘടകം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് എത്ര ശതമാനം അതിലുണ്ട്? ഈ ഒരു ഡ്രൈ കെമിക്കൽ പൗഡറിൽ എത്ര ശതമാനം ഉണ്ട്? 97% ഉണ്ട്. മഗ്നീഷ്യം സിട്രേറ്റ് എത്ര ശതമാനം ഉണ്ട്? 1.5% ഉണ്ട്. എന്ത് തടയാനാണത്? ഈർപ്പം തടയാൻ വേണ്ടിയിട്ടാണ്. മഗ്നീഷ്യം കാർബണേറ്റ് 1% പൗഡറിന്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ് എത്ര ശതമാനം ഉണ്ട്? 0.5%. പൗഡർ കട്ട പിടിക്കാതെ എളുപ്പത്തിൽ ഒഴുകാൻ വേണ്ടിയാണ് ഇത് സഹായിക്കുന്നത്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാണ്. ഡ്രൈ ഐസ്. ഒന്നുകൂടെ, ഡ്രൈ ഐസ് എന്നാൽ താഴെ പറയുന്നവയിൽ എന്താണ്? കഠിനമായി തണുപ്പിച്ച ഐസ് കട്ടയാണോ? അല്ല. പിന്നെന്താ? ദ്രാവക നൈട്രജൻ ആണോ? അതും അല്ല. ഖര കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? സോളിഡ് CO2 ആണോ? അതെ അല്ലേ? അത് ആൻസർ അല്ലേ? അതല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്. ഖര ഓക്സിജൻ ആണോ? അതും അല്ല. ആൻസർ എന്താ വരുന്നത് മക്കളെ? ഒന്നുകൂടെ നോക്കിക്കേ. ഖര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉയർന്ന മർദ്ദത്തിൽ തണുപ്പിച്ച് കട്ടയാക്കി മാറ്റുന്ന രൂപത്തിനെയാണ് എന്ത് പറയുന്നത്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ താപനില എത്രയാണ് മക്കളെ വരുന്നത്? 78.5 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? കുറവല്ലേ? അന്തരീക്ഷ താപനിലയിൽ ഇത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഉൽപാദനത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമാണിത് അല്ലേ. കമ്പ്യൂട്ടറുകളിലെ ഫിക്സഡ് ഫയർ സിസ്റ്റങ്ങളിലെ സാധനങ്ങളെ കേടുവരാതെ സൂക്ഷിക്കുന്ന കൂളിംഗ് ഏജന്റ് ആയിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഒരു ഡ്രൈ ഐസ് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഓക്കെ അല്ലടാ? അപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കും. നമ്മൾ ഏകദേശം 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, എൻ്റെ മലയാളം അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് സഹിതം വെച്ച് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് SSCയുടെയോ PSCയുടെയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ അറിയിക്കുക. അവരത് അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ മാരത്തോണിൻ്റെ കേസ് ഞാൻ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനിയും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് നിങ്ങൾക്ക് കയറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക്